ദുൽഖറിലെ താരവും നടനും വിലസാൻ പോകുന്ന സിനിമ. നടനായും താരമായും തിളങ്ങുന്ന ദുൽഖറിന്റെ കരിയറിലെ മികച്ച സിനിമകളിൽ ഒന്നാകാൻ പോകുന്ന കാന്തയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായിരിക്കുകയാണ്. ഒഫീഷ്യലായി പാക്കപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഷൂട്ട് തീർന്നതായാണ് റിപ്പോർട്ടുകൾ. തീരുമാനിച്ച ദിവസത്തേക്കാൾ അധികം ഈ സിനിമയുടെ ഷൂട്ടിന് ചെലവായിട്ടുണ്ട്. അത് കാരണം മറ്റു പല സിനിമകളും നീട്ടിവെക്കേണ്ടതായി വന്നു. എന്നാൽ ആ കഷ്ടപ്പാടിന്റെ ഫലം നൽകാൻ പോകുന്ന സിനിമയാകും കാന്ത എന്നാണ് ദുൽഖറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുൽഖർ ചെയ്യുന്ന ഓരോ പടത്തിനെ പറ്റിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ആരാധക സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു സൂപ്പർ താര സിനിമയ്ക്ക് കിട്ടുന്ന വരവേൽപ്പാണ് ദുൽഖർ പടങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കാന്ത എന്ന സിനിമയുടെ ബിസിനസ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലെ പോസ്റ്റ് തിയേറ്ററിക്കൽ റൈറ്റ് കോടികൾ മുടക്കി സ്വന്തമാക്കിയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ്. ഫസ്റ്റ് ലുക്ക് പോലും ഇറങ്ങുന്നതിന് മുന്നേ നെറ്റ്ഫ്ലിക്സ് പണം മുടക്കണമെങ്കിൽ ദുൽഖർ എന്ന ബ്രാൻഡും ആ പടത്തിനെ പറ്റിയുള്ള വിശ്വാസവും കാരണമാണ്. രണ്ട് കലാകാരന്മാർ, ഒരു പിണക്കം, അവർ ഒരിക്കലും മറക്കാത്ത പാഠം. കാന്ത നെറ്റ്ഫ്ലിക്സിലേക്ക് വരുന്നു എന്നെഴുതിക്കൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ വിവരം പങ്കുവച്ചത്. ദുൽഖറിന്റെ മുൻ സിനിമ ലക്കി ഭാസ്കറിന്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് മേടിച്ചത്. അതിന്റെ റെക്കോർഡ് വ്യൂവർഷിപ്പ് ആകാം ഇത്ര പെട്ടെന്ന് കാന്ത മേടിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. 1950കളിൽ തമിഴ്നാട്ടിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ച സിനിമ ജേർണലിസ്റ്റ് ആയിരുന്നു ലക്ഷ്മികാന്തൻ. ഇയാളുടെ ദുരൂഹ മരണത്തിൽ അറസ്റ്റിലാക്കപ്പെട്ട ജനപ്രിയ നടനും കർണാട്ടിക് ഗായകനുമായിരുന്നു MKT എന്നറിയപ്പെടുന്ന MK ത്യാഗരാജ ഭാഗവതർ. മഹാനടിയിൽ സൂപ്പർ സ്റ്റാർ ജമിനി ഗണേഷായി വേഷമിട്ട ദുൽഖർ കാന്തയിൽ MK ത്യാഗരാജ ഭാഗവതറായി എത്തുകയാണ്. നടനായി ഏറെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രവും സിനിമയുമാണ് കാന്തയെന്ന് ദുൽഖർ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സെൽവമണി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന കാന്തയുടെ ഷൂട്ട് പൂജയോടൊപ്പം ആരംഭിച്ചു. പ്രേക്ഷകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് 5 മാസമായെങ്കിൽ സംവിധായകൻ സെൽവമണി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 5 കൊല്ലമായി. കഴിഞ്ഞ 5 വർഷമായി ഇതിന്റെ തിരക്കഥയുടെ വർക്കിലായിരുന്നു അദ്ദേഹം. ദുൽഖറിനൊപ്പം റാണ ദഗുപതി, ഭാഗ്യശ്രീ ബോർസ്, സമുദ്രക്കിനി തുടങ്ങിയ താരങ്ങൾ അണിനിരക്കുന്ന കാന്ത സ്പിരിറ്റ് മീഡിയയും വേഫയറും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഫസ്റ്റ് ലുക്ക്, പോസ്റ്റർ അടക്കം നിരവധി അപ്ഡേറ്റുകൾ വരാൻ പോകുന്ന കാന്തയുടെ റിലീസ് ഈ വർഷം പകുതിക്ക് മുൻപായി ഉണ്ടാകും. അതേസമയം നഹാസ് ഹിദായത്തിന്റെ സിനിമ ഫെബ്രുവരി മാസം ഷൂട്ടിംഗ് ആരംഭിക്കും. ആകാശം ലോകത്താര വൈകാതെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അവസാന ചില മാറ്റങ്ങൾ ആ സിനിമയ്ക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം സൗബിന് സംവിധാനത്തിൽ മറ്റൊരു ദുൽഖർ സിനിമ ഒരുങ്ങുന്നുണ്ട്. അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.